എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദഹി വട എങ്ങനെ തയ്യാറാക്കണേന്ന് നോക്കാം. അപ്പൊ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു റെസിപ്പി ആയിരുന്നു ഇത്. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യാൻ പറ്റിയത്. അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കുക. നമുക്കിത് നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം തയ്യാറാക്കി നോക്കുക. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് തൈര് വട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉഴുന്നെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ അൺപോളിഷ്ഡ് ആയിട്ടുള്ള ഉഴുന്നാണ്. ഇതായിരിക്കും കുറച്ചും കൂടിയും ഹെൽത്ത് വൈസ് നന്നായിട്ട് വരിക. 250 ml കപ്പിൽ 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വാങ്ങിച്ചതിന് ശേഷം ഒരുപാട് നാൾ വെച്ചൊരു ഉഴുന്ന് വടയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കരുത്. എപ്പോഴും പുതിയ ഉഴുന്ന് വാങ്ങിച്ചതിന് ശേഷം മാത്രം ഉഴുന്ന് വട തയ്യാറാക്കി എടുക്കുക. ഞാനിവിടെ മുഴുവനോട് കൂടിയ ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. 250 ml കപ്പിൽ 1 കപ്പ് അളവിൽ. ഇത് നമുക്കിനി നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുക. കഴുകിയെടുത്തതിന് ശേഷം നമുക്കിത് വെള്ളത്തിലൊന്ന് കുതിർത്തിയെടുക്കണം. അപ്പോൾ മിനിമം ഒരു 3 മണിക്കൂർ നന്നായിട്ട് കുതിർത്തിയെടുക്കുക. അതിനുശേഷം പിന്നെ ഡ്രെയിൻ ചെയ്തെടുത്തിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുക. അപ്പോൾ മിക്സിയിൽ അരച്ചെടുക്കുന്ന സമയത്ത് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മാത്രം ഇത് അരച്ചെടുക്കുക. അപ്പോഴായിരിക്കും ഉഴുന്നുവട നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുക. വെള്ളം ഒരുപാട് കൂടിക്കഴിഞ്ഞാലും നന്നായിട്ട് വരില്ല. അതുപോലെ അരച്ചെടുക്കുമ്പോൾ നല്ല ഫ്ലഫി ആയിട്ടുള്ള രീതിയിൽ തന്നെ നമ്മളിത് അരച്ചെടുക്കണം. അപ്പോൾ ഗ്രൈൻഡറിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഈസി ആയിട്ട് നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. മിക്സിയിലാണെങ്കിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ കുറേശ്ശെയായിട്ട് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളം ഒഴിക്കേണ്ട. വെള്ളം ഒഴിക്കണമെന്ന് തോന്നണ ഒരു സമയത്ത് മാത്രം 1-2 ടേബിൾ സ്പൂൺ വീതം മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. തൈര് വട നമുക്ക് പല രീതിയിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. പലരും പല രീതിയിൽ തന്നെയാണ് തയ്യാറാക്കിയെടുക്കാറ്. ഞാനിത് നോർത്ത് ഇന്ത്യൻ രീതിയിലാണ് തയ്യാറാക്കുന്നത്. സൗത്ത് ഇന്ത്യൻ രീതിയിൽ തയ്യാറാക്കുന്നത് നമുക്ക് വേറൊരു വീഡിയോയിലായിട്ട് ചെയ്യാട്ടോ. ഇപ്പോൾ ഇതുപോലെ നല്ല പോലെ തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ മിക്സിയിലിട്ട് അരച്ചെടുത്ത കാരണം നമ്മളിതൊരു വിസ്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ ഉപയോഗിച്ച് നല്ല പോലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലഫി ആക്കി എടുക്കണം. അപ്പോഴായിരിക്കും ഉഴുന്നുവടയുടെ ടെക്സ്ചർ നന്നായിട്ട് തന്നെ വരിക. അതിനുശേഷം നമ്മൾ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് കുറച്ച് വെള്ളത്തിലിട്ട് നോക്കിക്കഴിഞ്ഞാൽ മുകളിൽ പൊങ്ങിക്കിടക്കണം. അപ്പോഴായിരിക്കും ഉഴുന്നുവട നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുക. ഇതിനു മുമ്പ് ഞാൻ ഉഴുന്നുവടയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ. അപ്പോൾ ഗ്രൈൻഡറിലാണ് നിങ്ങൾ അരക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് അതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഫ്ലഫി ആയിട്ട് തന്നെ വന്നിട്ടുണ്ടായിരിക്കും ഈ ഒരു ബാറ്റർ. കണ്ടില്ലേ, നമ്മൾ ഇതുപോലെ താഴേക്ക് വെച്ചാലും ഇത് താഴെ വീഴരുത്. ഈ ഒരു ബാറ്റർ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ അരച്ചെടുക്കണം. അപ്പോൾ കുറച്ചധികം സമയം തന്നെ വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാനൊരു മീഡിയം സൈസിലുള്ള ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചത്, കുറച്ച് കറിവേപ്പില, അതുപോലെ എരിവിനനുസരിച്ച് പച്ചമുളക്. ഞാനിപ്പോൾ ഒരു പച്ചമുളകാണ് ചേർക്കണത്. പിന്നെ ജീരകം വേണമെന്നുണ്ടെങ്കിൽ, ജീരകം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീരകം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചേർക്കണില്ല എന്ന് മാത്രം. അതുപോലെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പൊക്കെ അവസാനം തന്നെ ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ ഇഞ്ചി പച്ചമുളകൊക്കെ ചേർക്കാതെയും ദഹി വട തയ്യാറാക്കി എടുക്കാറുണ്ട് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ. അപ്പോൾ ചിലവർ ചേർക്കും, ചിലവർ ചേർക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, പലരും പല രീതിയിൽ തന്നെയാണ് തയ്യാറാക്കി എടുക്കാറ്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കിസ്മിസാണ്, അതായത് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാറുണ്ട് ചിലവർ ഇതിലേക്ക്. അതുപോലെ കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്കാണ് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്, ഓരോ ഉഴുന്നുവട നമ്മൾ തയ്യാറാക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ട് ഉണക്കമുന്തിരി വെച്ച് കൊടുക്കാം. അതാകുമ്പോൾ കുറച്ചും കൂടിയും ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയാകുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഞാൻ മൊത്തത്തിൽ മിക്സ് ചെയ്തെടുക്കുക തന്നെയാണ് ചെയ്തത് ഈ ഒരു രീതിയിൽ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് വറുത്തെടുക്കാൻ വളരെ ഈസിയാണ്. നമ്മൾ വടയുടെ ഷേപ്പിലൊന്നല്ല വറുത്തെടുക്കണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ ആവശ്യത്തിന് എണ്ണ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിരിക്കുന്നത്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നോട്ടെ. അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് എണ്ണ ഉപയോഗിക്കുമ്പോൾ കുറച്ച് അധികം അളവിൽ തന്നെ എണ്ണ ഉപയോഗിക്കുക. അപ്പോഴായിരിക്കും നന്നായിട്ട് വരിക. ഇനി കൈയൊന്ന് നനച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഓരോ ഉരുളകളാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടായിരിക്കണം. അപ്പോൾ നീക്കി ഇട്ട് കൊടുക്കുക. ഓരോന്നുമ്മേ ഒട്ടിപ്പിടിക്കാത്തൊരു രീതിയിൽ തന്നെയായിരിക്കണം ഇട്ട് കൊടുക്കേണ്ടത്. കണ്ടില്ലേ, ഇത് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നല്ല ബോൾസ് ആയിട്ട് തന്നെ മാറും. എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഒരുപാട് ക്രൗഡഡ് ആക്കിയിട്ട് ഇടണ്ട, പിന്നെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഉഴുന്നുവട ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉൾഭാഗം ഒരിക്കലും കുക്കായിട്ട് വരില്ല. ഉൾഭാഗം കുക്കാവാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉഴുന്നുവട നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് വേണ്ടത്. മറ്റേ രീതിയിൽ നമ്മൾ ക്രിസ്പി ആയിട്ടല്ല ഇത് തയ്യാറാക്കി എടുക്കണത്.
സാധാരണ ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളത് ക്രിസ്പി ആക്കാൻ വേണ്ടിയിട്ട് അതിൽ റവയൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. ഈ ഒരു റെസിപ്പിയിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പം എല്ലാം ഇതുപോലെ ഒന്ന് നമുക്ക് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക. ഒരു 3-4 പ്രാവശ്യം തന്നെ നന്നായിട്ട് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ടാവും. ഒരു ഗോൾഡൻ ഷെയ്ഡ് ആവണ വരെ നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് കളർ മാറി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നോട്ടെ. അപ്പോൾ നമ്മളിത് കോരി എടുക്കണതിന് തൊട്ട് മുമ്പായിട്ട് ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൽ എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ ഒന്ന് പോയി കിട്ടും. അതുപോലെ കോരി എടുത്തതിന് ശേഷം ഒന്നില്ലെങ്കിൽ ഒരു കിച്ചൺ ഡിഷിലേക്ക് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരുപാട് ഓയിലൊന്നും ഇതിൽ പിടിക്കില്ല. ഇതിപ്പോൾ ആവശ്യത്തിന് തന്നെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിപ്പോൾ ഒന്ന് കോരി മാറ്റി ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ സോക്ക് ചെയ്തെടുക്കും വെള്ളത്തിൽ, ചെറിയ ചൂടുവെള്ളത്തിൽ. അപ്പോൾ ചൂടോട് കൂടി ഒരിക്കലും ചെറിയ ചൂടുവെള്ളത്തിൽ നിങ്ങൾ സോക്ക് ചെയ്ത് എടുക്കരുത്. ഇതൊന്ന് ഡ്രെയിൻ ചെയ്തതിന് ശേഷം ഒന്ന് തണുത്തതിന് ശേഷം മാത്രം സോക്ക് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ എല്ലാം ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം മാത്രമാണ് ഇത് സോക്ക് ചെയ്തെടുക്കണുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിതൊരു സ്ട്രെയിനറിലൊന്ന് കിച്ചൺ ഡിഷ് വെച്ചതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ ഒന്ന് പോട്ടെ. ഇനി അടുത്ത ബാച്ചും ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, കൈയൊന്നും എണ്ണയിൽ മുങ്ങിപ്പോവാതെ തന്നെ സൂക്ഷിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ഉഴുന്നുവടയുടെ ഷേപ്പിലാക്കി കൊടുക്കണ്ട. കണ്ടില്ലേ, നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തത് നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ടെക്സ്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതും തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ തിരിച്ചു മറിച്ചിട്ടിട്ട് തന്നെ നമുക്ക് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നോർത്ത് ഇന്ത്യൻ രീതിയിൽ തയ്യാറാക്കുന്ന ദഹി വടയും അതുപോലെ സൗത്ത് ഇന്ത്യൻ രീതിയിൽ നമ്മൾ തൈര് വട തയ്യാറാക്കില്ലേ, അതും തമ്മിലുള്ളൊരു മെയിനായിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, നോർത്ത് ഇന്ത്യൻ രീതിയിൽ തയ്യാറാക്കുമ്പോൾ അതിൽ ചട്നികളൊക്കെ ഒഴിച്ചു കൊടുക്കും. അതായത് ഗ്രീൻ ചട്നി, അതുപോലെ പുളിയുടെ ചട്നി, അതായത് ഇംലി ചട്നി, അതൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊരു വേറെ ടേസ്റ്റ് തന്നെയാണ്. അതുപോലെ ചാറ്റ് മസാല ചേർത്ത് കൊടുക്കാറുണ്ട്. അങ്ങനത്തെ ഐറ്റംസൊക്കെ ചിലർ ചേർത്ത് കൊടുക്കാറുണ്ട്. ഇപ്പം എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ. ഇനി നമുക്ക് ഒരു വലിയ പാത്രം എടുക്കുക, അതിൽ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ഈ ഉഴുന്നുവടയൊക്കെ ഒന്ന് സോക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഉഴുന്നുവടയിലത്തെ ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് മാത്രം ഉപ്പ് ചേർക്കാം കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം അളവിൽ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കണം, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇതിൽ നമുക്ക് ഉഴുന്നുവട ഒന്ന് സോക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ സോക്ക് ചെയ്തെടുക്കുമ്പോൾ ഉഴുന്നുവട നല്ല സോഫ്റ്റ് ആയിട്ട് മാറും. അതുപോലെ ഇതിൽ ഉള്ള ഒരു ഓയിലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈ വെള്ളത്തിലേക്ക് പോകും. അപ്പോൾ ചിലർ 2-3 പ്രാവശ്യമൊക്കെ വെള്ളം മാറ്റിയിട്ട് അങ്ങനെ സോക്ക് ചെയ്തെടുക്കാറുണ്ട്. ഇതിപ്പോൾ ഓൾറെഡി ഉഴുന്നുവട നമ്മൾ തയ്യാറാക്കിയെടുത്തത് സോഫ്റ്റ് തന്നെയാണ്. ഇനിയിപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആയിട്ട് മാറിക്കോളും. അപ്പോൾ ഞാൻ ഒരുപാട് വെള്ളത്തിലൊന്നും സോക്ക് ചെയ്തെടുക്കണമെന്നില്ല, ഒരു പ്രാവശ്യം തന്നെയാണ് ഈ ഒരു വെള്ളത്തിൽ തന്നെയാണ് സോക്ക് ചെയ്തെടുക്കണുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് സമയം ഇതുപോലെ ഒന്ന് വെക്കട്ടെ, നമുക്ക് അറിയാൻ പറ്റും ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ സോഫ്റ്റ് ആയിട്ടുണ്ടോ എന്ന്. അപ്പോൾ എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു രീതിയിൽ പെട്ടെന്ന് തന്നെ ഈ ഉഴുന്നുവട അതായത് വെള്ളമൊക്കെ ഒന്ന് അബ്സോർബ് ചെയ്തോളും. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എങ്ങനെയായിന്ന്. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കരുത്. ദഹി വടയിലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് തന്നെയാണ് ഇതെന്ന് പറയുന്നത്. ദഹി വട കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയല്ലേ ഇരിക്കുക. ഇപ്പോൾ ഇത് ആവശ്യത്തിന് തന്നെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് വെള്ളം ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കണം. കണ്ടില്ലേ, വെള്ളം ആവശ്യത്തിന് തന്നെ ഒന്ന് അബ്സോർബായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഒരുപാട് നമ്മളിത് ഡ്രൈ ആക്കി എടുക്കരുത്. കണ്ടില്ലേ, ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇത്ര മതി, ഓവറായിട്ട് നമ്മൾ സോക്ക് ചെയ്ത് എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് ഭയങ്കരമായിട്ട് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, ഇത് ഓൾറെഡി സോഫ്റ്റ് ആയിട്ടുള്ള കാരണം. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് ചെറുതായിട്ടൊന്ന് വെള്ളം ഒന്ന് ഡ്രെയിൻ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പിഴിഞ്ഞതിന് ശേഷം പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുക. പക്ഷേ കംപ്ലീറ്റ് വെള്ളം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പോകരുത് കേട്ടോ, അപ്പോൾ അത് ഡ്രൈ ആയിട്ട് വരും. ഇപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ തന്നെ ഒന്ന് എടുത്ത് വെക്കുകയാണ്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ മാറിയിട്ടുണ്ട് ഇത്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള തൈര് ഒന്ന് റെഡിയാക്കി വെക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 1/2 ലിറ്റർ തൈരാണ് എടുത്തിരിക്കണത്. നമുക്ക് നോക്കാം, പോരാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കട്ടകളൊക്കെ ഇതുപോലെ ഞാനൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് ആദ്യം ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ തൈര് ഉപയോഗിക്കുമ്പോൾ ഒരുപാട് വെള്ളം പോലെയുള്ള തൈര് ഉപയോഗിക്കരുത്, അതുപോലെ ഒരുപാട് പുളിയുള്ള തൈരും ഇതിന് നന്നായിട്ട് വരില്ല. അപ്പോൾ അത്യാവശ്യം കുറച്ച് തിക്നെസ്സോട് കൂടിയ തൈരാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. കണ്ടില്ലേ ഈ ഒരു തിക്നെസ്, ഇതിൽ ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കണില്ല, അല്ലാതെ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇതിന് ചെറിയൊരു പുളി മാത്രമേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 2 ടീസ്പൂൺ അളവിലാണ് പഞ്ചസാര ചേർക്കുന്നത്. പഞ്ചസാര നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് അളവിൽ വ്യത്യാസം വരുത്താട്ടോ. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ അളവിൽ നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കാം. എനിക്ക് പക്ഷേ ഇത്രേ തന്നെ ആവശ്യമുള്ളൂ. ഒരുപാട് മധുരമായാലും എനിക്ക് അത്രയ്ക്കൊരു ഇഷ്ടമില്ല.
പിന്നെ പഞ്ചസാര താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം. അതുപോലെ പൊടിച്ച പഞ്ചസാര തന്നെയാണ് ഇതിലേക്ക് നന്നായിട്ട് വരിക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ പഞ്ചസാര ചേർക്കുമ്പോൾ തൈര് ഒന്നും കൂടി ഒന്ന് ലൂസായിട്ട് തന്നെ വരും കേട്ടോ. ഇതുപോലെ വെച്ച് കൊടുക്കുമ്പോഴായിരിക്കും എല്ലാത്തിലും നല്ലപോലെ തൈരൊക്കെ ഒന്ന് അബ്സോർബായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഈ ഒരു ദഹി വട മാറുക കേട്ടോ. അപ്പോൾ മുഴുവനായിട്ട് ഇതുപോലെ തന്നെ ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു തൈരുണ്ടല്ലോ അതൊഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗവും കവറാവുന്ന ഒരു രീതിയിലാണ് തൈര് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ദഹി വടയൊക്കെ തയ്യാറാക്കുമ്പോൾ അത്യാവശ്യം നല്ല അളവിൽ തന്നെ തൈര് ഉണ്ടായാൽ തന്നെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരിക. അപ്പോൾ തൈര് പോരാട്ടോ, ഞാൻ കുറച്ചും കൂടി എടുക്കുകയാണ്. കുറച്ചും കൂടി എടുത്തിട്ട് അതിൽ ഞാൻ പഞ്ചസാര മിക്സ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു അളവിന് വേണ്ടിയിട്ട് 1 ലിറ്ററോളം തൈര് എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു അളവ് തന്നെയാണ്. അത്യാവശ്യം തൈര് വേണമല്ലോ, എന്നാലല്ലേ ദഹി വടയാവുള്ളത്. അപ്പോൾ തൈര് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി ഇതുപോലെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. അതുപോലെ ജീരകം വറുത്ത് പൊടിച്ചെടുത്ത് സാധാരണ നോർത്ത് ഇന്ത്യൻസ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാറുണ്ട്. അതുപോലെ ചാറ്റ് മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ചാറ്റ് മസാല ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ചാറ്റ് മസാലയും ജീരകം വറുത്ത് പൊടിച്ചതും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് ഗ്രീൻ ചട്നിയാണ്. പല ഗ്രീൻ ചട്നിയുടെ റെസിപ്പീസും ഞാൻ അതിന് മുമ്പ് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ പുതിനയിലയും മല്ലിയിലയും പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്തിട്ട് അരച്ചെടുത്തതാണ്. ഉപ്പ് ചേർത്തിട്ട് ചെറുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നാരങ്ങ നീര് വേണമെന്നുണ്ടെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ദഹി വടക്കായ കാരണം വേറെ ഒന്നും ഇതിൽ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ദഹിയായിട്ട് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് വരും. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ടാമറിൻ ഡേറ്റ്സ് ചട്നിയാണ്. അപ്പോൾ ഇതൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഡിമെയ്ഡായിട്ട് ഇതുപോലെ വാങ്ങിക്കാൻ കിട്ടും. അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. പാനിപൂരിയുടെ റെസിപ്പി ചെയ്ത സമയത്ത് അതിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ടാമറിൻ ചട്നി ചെയ്യേണ്ടതെന്ന്. പുളിയും ശർക്കര ഉപയോഗിച്ചിട്ടാണ് ടാമറിൻ ചട്നി തയ്യാറാക്കിയെടുക്കുക. അപ്പോൾ നോർത്ത് ഇന്ത്യൻസൊക്കെ ചാറ്റ്സിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു മെയിനായിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ നോർത്ത് ഇന്ത്യൻ രീതിയിലുള്ള ചാറ്റ്സൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഈ ഒരു ഐറ്റം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഒരുപാട് ഐറ്റംസിൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ പാനിപൂരിയുടെ ആ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഈ ഒരു ടാമറിൻ ചട്നി കാണുന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ തന്നെ നോക്കിയാൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇതുപോലെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുകയാണ്. ഒരു കളറിനും ചെറുതായിട്ടൊരു ടേസ്റ്റിനും വേണ്ടിയിട്ട് തന്നെയാണ് ഇതുപോലെ ചെയ്തെടുക്കണത് കേട്ടോ. അപ്പോൾ നമ്മുടെ ദഹി വട കണ്ടില്ലേ, നല്ല കളർഫുള്ളായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് സേവാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ സേവ് ഉണ്ടാക്കുന്ന വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സ്ചറിൻ്റെ വീഡിയോ നോക്കിയാൽ മതി. അപ്പോൾ അതിൽ കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള സേവാണ്, അതായത് മസാലകളൊന്നും ചേർക്കാത്ത സേവ് കിട്ടാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാനൊന്ന് ഇതുപോലെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ നല്ല കളർഫുള്ളായി നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ മാറും. അതുപോലെ ദഹി വട നമ്മൾ കഴിക്കുന്ന സമയത്ത് കൂടുതൽ ഈ ഡേറ്റ്സ് ചട്നി ഉണ്ടല്ലോ, അതായത് ടാമറിൻ ഡേറ്റ്സ് ചട്നിയും അതുപോലെ ഗ്രീൻ ചട്നിയും ഒഴിച്ചിട്ട് തന്നെയാണ് നമ്മൾ കഴിക്കുക. ഇതിപ്പോൾ ഫോട്ടോയ്ക്ക് വേണ്ടിയായ കാരണം ഞാൻ ഇതിൻ്റെ മുകൾ ഭാഗത്ത് മാത്രം കുറച്ചാണ് ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു 2 ചട്നികളും കൂടി മിക്സ് ചെയ്ത് കുറച്ചധികം സേവൊക്കെ ചേർത്തിട്ട് കഴിക്കുമ്പോൾ തന്നെയായിരിക്കും ദഹി വട നല്ല അടിപൊളിയായിട്ട് തന്നെ മാറുക കേട്ടോ. കണ്ടില്ലേ, നമ്മുടെ ദഹി വട നല്ല സൂപ്പറായിട്ട് സോഫ്റ്റ് ആയിട്ട് തന്നെ മാറിയിട്ടുണ്ട്, അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ദഹി വട നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്തിട്ട് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും തയ്യാറാക്കി നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീണ്ടും കാണാം.